ദർശിക്കടാ, ആൾക്കാരൊന്നും തുടങ്ങി അപ്പടം തീർക്കടാ. ഇതിപ്പോ തീരും. നിങ്ങളെ കാറ്ററിംഗാരൊന്ന് വിളിക്കാൻ നോക്ക്. ഇവിടെ നിന്ന് ഞാൻ മാത്രമേ ഉള്ള. നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചായക്കട കൊണ്ട് പണക്കാരനായ ഒരു വ്യക്തിയുടെ മുമ്പിലാണ്. ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ അറിയാം. മക്കളെ, നിങ്ങൾ വന്ന ദിവസം കൊള്ളാം. കടയുടെ 25ാമത്തെ വർഷം. കൺഗ്രാറ്റ്സ്. പ്രായ മനുഷ്യനെ നിർത്തിയേക്കുന്ന മാമരി. എന്താണ് താങ്കളുടെ ചായക്കടയുടെ വിജയ രഹസ്യം? ഞാനൊരു ആത്മഹത്യയുടെ വക്കിൽ നിന്നൊരു മനുഷ്യനാണ്. ഈ കാണുന്ന എന്റെ പൊന്നു മക്കളാണ് എന്നെ രക്ഷിച്ചത്. എന്ത് ഇത് ഇവിടെ കേട്ടിട്ട് കേട്ടാ ഒരു സ്ഥലവും ചോദിക്കാനും പറ്റൂലേ? ടി വി കാര്യങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. എനിക്കിവിടെ ആദ്യം കച്ചവടമൊന്നും ഇല്ലായിരുന്നു. 100 കടി 150 കടിയൊക്കെ ബാക്കി വരുമായിരുന്നു. ഒരു രാത്രി അവന്മാര് വന്ന് കയറിയിട്ട് ആ 25 കടിയും 6 ചായ. നിങ്ങളിത് റേറ്റ് കുറച്ചില്ല. അയ്യോ, അടുക്കള ഭാഗത്താ ബെഞ്ചിന്റെ അവിടെ തോരൻ അനങ്ങുന്നു. ആ പാചകക്കാരനെ കെട്ടിവെച്ചാടാ ചവരി. പാചകക്കാരനായിരുന്നു. ഒരടുപ്പം തുടങ്ങിയാണ് 2ആയി 7 അടുപ്പിലെത്തിയിരിക്കുകയാണ് 4 പണിക്കാരൻ. എല്ലാം പിള്ളേരെ കാരുണ്യം. ഇവരെന്താണ് ചെയ്തത്? എന്താണ് അവന്റെ കാരുണ്യം? അവന്മാർക്ക് ദിവസം വേണം 300 കടിയും 30 ചായ. പൈസ ആയില്ലേ? ഈ കാണുന്ന 12 ഏക്കർ എന്റെ മക്കളെ ഗോൾഡൻ ചായ വിറ്റ് മേടിച്ചാണ്. പിന്നെ എന്റെ 3 പെൺമക്കളെ എന്റെ പൊന്നുകളെ പൈസ ഇട്ടാണ് മാമ എത്ര ഹാപ്പിയാണ്. നമ്മളൊന്നിനേശം കാറായി വീടായി. മാമാക്ക് ഇനിയും ഇതുപോലത്തെ മക്കളെ കിട്ടട്ടെ എന്ന് പറയാൻ നേരുന്നു. നന്ദി, നമസ്കാരം. ഫോട്ടോ. ഞാൻ ഒറ്റയ്ക്ക് എന്താ ഈ ഫോട്ടോ പൂർത്തിയാവില്ല. മക്കളെ വാടാ. ഞങ്ങളിപ്പോൾ നടന്നു കയറുന്നത് വെറും ഒരു ചിത്രത്തിലേക്കല്ല, ഞങ്ങൾ കാരണം കുടുംബം രക്ഷപ്പെട്ടവരുടെ ജീവിതത്തിലേക്കാണ്. പരിധിയില്ലാത്ത ചായ കുടി കാരണം കിട്ടിയ ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ സ്വർഗരാജ്യം.